അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വാതിൽ തുറന്ന് അതാ റുക്യാത്ത പുറത്തേക്ക് വന്നു. ആ ആയിഷോ, ആ എന്തേ റുക്യ, എന്തേ എന്തെങ്കിലും? ആ പൊന്നാര ആയിഷു, എന്നോട് പറയാനേ കുഴപ്പമെന്ന് പറയാൻ ഒന്നും ഞാൻ കാണുന്നില്ല. കുട്ടികളൊക്കെ നല്ല മട്ടത്തിന് തന്നെ ഇറങ്ങി ഒന്നിമേലൊന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരുത്തനെ അറിയില്ല. ഒരു കുട്ടി ഇങ്ങോട്ട് ഇറങ്ങിക്കണ്. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് പോന്നാലാണ് മറ്റേതും ഇങ്ങോട്ട് ഇറങ്ങി വരിക. എൻ്റെ കാഴ്ച ഒരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല. എനിക്കിപ്പോൾ 40 കൊല്ലത്തെ പരിചയം ഉണ്ടല്ലോ. ഇപ്പോൾ അത് ചെറുപ്പം മുതലേ ഞാൻ അത് കണ്ടും കെട്ടും നടന്നതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഒരു ധൈര്യത്തിന് ഇജ്ജുമാണെങ്കിൽ ഓളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ ഇപ്പോൾ എതിരൊന്നും പറയണില്ല. കൊണ്ടുപോകാന്ന് വെച്ചാൽ എന്താണോ, ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വല്ല പ്രഷർ കയറുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയെങ്കിലും എന്ന് കരുതി എനിക്ക് പേടിയും ബേജാറുണ്ടായിട്ടല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഓളെ കൊണ്ട് കിട്ടിയാനോ ഓളെ പേര് ഞാൻ എടുക്കും. അതുള്ളൂ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എൻ്റെ പൊന്നാര പെണ്ണെ. അല്ല റുക്കിയാജ് കാര്യത്തിൽ തന്നെയാണോ പറയണത്? ശരിക്കും നോക്കിയോ? ആ കുട്ടി ഇറങ്ങിക്കണേ. ഇനിയിപ്പോൾ പ്രസവത്തിനും കാര്യത്തിനും അധികമൊന്നുമില്ല. ഒരു 3-4 ദിവസത്തിനുള്ളിലുണ്ടാവും. ഇങ്ങനെ ആയ കാര്യത്തിന് ഞാൻ പറഞ്ഞ ഒരാഴ്ച എന്നാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതലുണ്ടാവില്ല. വികസനം വന്നില്ലേ? വികസനം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പേറൊന്നൊക്കെ നല്ല മട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകും. അതല്ല ഇനിയിപ്പോൾ കുട്ടീൻ്റെ ഊരെ പറന്ന് വരിക, അല്ലെങ്കിൽ കയ്യും കാലും വരിക, അങ്ങനെയും വരും കേട്ടാ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇടങ്ങാറാണ്. ഞാൻ ഇനിയിപ്പോൾ ഊരെ അങ്ങോട്ട് വന്ന കുട്ടീനെ ഞാൻ തിരിച്ചെടുത്തേക്കണ്. എനിക്കറിയാം. അതിപ്പോൾ നമ്മളെ താഴത്തിയിലെ കുഞ്ഞിമ്മ പറ്റപ്പോഴേ ഓള് പറ്റപ്പോൾ ഊരേനെ വന്നിൻ്റെ കുട്ടീൻ്റെ ബേജാറായി. സ്കാനിങ്ങിലൊക്കെ ഊരെ. അതിലിപ്പോൾ ഡോക്ടർ പറഞ്ഞേ ഒരാഴ്ചന് മുമ്പ് തന്നെ അഡ്മിറ്റായിട്ട് ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു. കാരണം ഊരാകുമ്പോൾ എന്തേക്കാരം കുട്ടി ഇങ്ങോട്ട് വളഞ്ഞ് വരുന്ന അവസ്ഥയിലേക്കാരം എങ്ങനെ കൊള്ളാനാ. അപ്പോൾ ഞാൻ പിന്നെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയിക്കോളൂ. കൊണ്ടാളില്ല ഞാൻ പറയും. അതിൽ ഇത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അത് ഊരെ പറന്ന് വരികയാണ്, അത് 2 ദിവസം കൊണ്ടൊന്ന് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ പള്ള പിടിച്ചൊന്നും ഇങ്ങോട്ട് അതുകൊണ്ട് ഇതാക്കി. ഏതായാലും അൽഹംദുലില്ലാ എന്നോട് പറയാൻ 2 ദിവസം കൊണ്ട് പ്രസവം കഴിഞ്ഞു. നല്ല മട്ടത്തിന് തലേന്നെ വന്നു. ഞാൻ തിരിച്ചുകൊണ്ടെടുത്തു. അതിനൊക്കെ നമുക്കൊരു ധൈര്യം വേണം, സമ്മതിക്കും വേണം. അങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ചാലേ കുട്ടികളെ ധൈര്യം പോലെ ഇരിക്കും. ഏതായാലും നിങ്ങളിപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കണേ? മറ്റേ ശരി. അത് നല്ല ഡോക്ടറാണല്ലോ. ഡോക്ടർ നല്ലതൊക്കെ തന്നെയാണ്. ഓള് ഇങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യൊന്നുമില്ല. എല്ലാവരോടും ചോദിക്കും ഓപ്ഷന്. അറിയാം, എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ഇന്നാളിപ്പോൾ എളാപ്പാൻ്റെ മരുവളായിട്ടിട്ട് പോയിന്. ഞാൻ പോയതെന്ന് വെച്ചാൽ ഇന്നലെ വിളിച്ചപ്പോൾ പോയതാണ്. പിന്നെ എന്നെ കണ്ടപ്പോൾ നല്ല പരിചയമായി, അങ്ങനെയൊക്കെ ആയി. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒന്നും ഇല്ലല്ലേ, പഴയ കാലത്തൊക്കെ അങ്ങനെയല്ലേ, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. ഏതായാലും റുക്കിയ, നമുക്ക് സമീറാൻ്റെ കാര്യത്തിന് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഉറപ്പാണ് സുഖപ്രസവം പെരിയുന്നുണ്ടാവുമെന്ന്. പിന്നെ ഞാൻ ഒരു കാര്യം പറയണ്ടേ പൊന്നാര ഐഷുവോ. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരുടെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി നമ്മളൊപ്പം ഇങ്ങോട്ട് നമ്മളെ നേർക്ക് തിരിയും. എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്കിപ്പോൾ എന്താ പേടി? എത്ര കുട്ടികളെ കൈകൊണ്ട് അടുത്തതാ. നല്ല നല്ല മട്ടത്തിന് എത്ര ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കണേ ഈ കൈകൊണ്ട് എടുത്താണ് ആ കുട്ടികളെ മുഴുവനും. അന്നൊന്നും ഓലൊന്നും ഓപ്പറേഷൻ ചെയ്തെടുത്തതല്ല, ആശുപത്രി കൊണ്ടുപോയിക്കാണ്ട് മരുന്ന് കയറ്റിക്കാണ്ട് അങ്ങനെ എടുത്തതുമല്ല. ഒക്കെ നല്ല നാടൻ മട്ടത്തിൽ പടച്ചോൻ പറഞ്ഞ രീതിയിലുള്ള പ്രസവമാണ് ഓൽക്കൊക്കെ ഉണ്ടായിക്കണത്. അല്ലാതെ ഒരിക്കൽ പോലും ആശുപത്രിക്ക് മണ്ടിക്കാണ്ടോ ഗ്ലൂക്കോസിന് മരുന്നിട്ടുകാണ്ടോ പെട്ടെന്ന് വേദന ഇളക്കിക്കാണ്ടോ അങ്ങനെയൊന്നും അല്ല. നാടൻ മട്ടത്തിൽ പ്രസവിച്ച മക്കളാണ്. ഇപ്പോൾ ഈ 1990 എന്ന് അല്ല ഞാൻ പറഞ്ഞത്, 2005 വരെ നല്ല മട്ടത്തിൽ കുട്ടികളെ പ്രസവം അങ്ങ് നടന്നീന്. പിന്നെ കുറഞ്ഞ് വന്ന് ആശുപത്രികളായി ഇപ്പോഴും ഉണ്ട് ചിലവിൽ. പിന്നെ പൊന്നാര ആയിഷോ, എന്നോട് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല. എന്താന്ന് വെച്ചാലേ ഇപ്പോൾ ഒരു 19 വയസ്സുള്ള പെണ്ണ് പെറ്റു.
ജർണീനോ പത്രത്തിലും ഉള്ള ടി വിയിലും ഉള്ള മൊബൈൽ ഫോണിലും മുഴുവനൂ ഈ ന്യൂസ് ചെയ്യുന്നു. ഇജ്ജ് കേട്ടക്കണോ? 19കാരി പ്രസവിച്ചു, ജനാലക്കുള്ളിലൂടെ കുഞ്ഞിനെ പുറത്തേക്ക് ഇട്ടു. ഇജ്ജ് ഇജ്ജ് കേട്ടക്കണത്? എൻ്റെ റുക്കിയ, ഞാൻ കേട്ടക്കണേ. ആ കുട്ടി മാസാമാസം പരിശോധിക്കാൻ പോയിട്ടില്ല, മരുന്നും ഗുളികയും കുടിച്ചിട്ടില്ല. നല്ല മട്ടത്തിൽ ഡോക്ടറെ അടുത്ത് വയറുവേദന പറഞ്ഞ് പോയപ്പോൾ ഒരു പറയണല്ലോ അങ്ങനത്തെ ഒരു ഇതന്നെയില്ല, ഒന്നുമില്ല, ഗർഭമില്ല. അങ്ങനെ മാതാപിതാക്കളും അങ്ങനെ പറഞ്ഞു. പിന്നെ ആ കുട്ടി എന്താട്ടി ശുചിമുറിയിലാണ് പ്രസവിച്ചു. ഡോക്ടർമാരുണ്ടായിട്ടാ അല്ല, സിസ്റ്റർമാരുണ്ടായിട്ടാ അല്ല, ചുറ്റോട്ടും ആള് ഗ്ലൂക്കോസിൽ മരുന്നിടാനും ഗ്ലൂക്കോസ് കയറ്റാനും ഉണ്ടായിട്ടാ അല്ല. 19 വയസ്സേ ഉള്ളൂ. നല്ല മട്ടത്തിൽ 3-3.5 കിലോ ഉള്ള കുട്ടീനാണ്ട് പ്രസവിച്ചിക്കണോള്. എന്നിട്ട് എന്താട്ടി പെണ്ണ് പേടിച്ചിട്ട് ജനാനുള്ള കൂടെ കുട്ടീനാണ്ട് ഇട്ടു. എന്താ കഥ? അപ്പോൾ ഇത് നേരെ മറിച്ച് നമ്മളിപ്പോൾ ആശുപത്രിക്കാർ നേരെ പെരിയുന്നൊക്കെ ഇത് ഉമ്മാരെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ ഒത്താച്ചിയുടെ സഹായത്തോടു കൂടിയൊക്കെ പെറ്റൂന്ന് അറിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര പുകിലേക്കാരം. എന്തുകൊണ്ട് ആശുപത്രിയിൽ കാണിച്ചില്ല, എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല, ഡോക്ടറെ കാണിച്ചില്ല, സ്കാനിങ് ചെയ്തില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ എന്നാൽ അക്യുപഞ്ചർ കൂടെ നോക്കിക്കാണ്ട് പെറ്റു പറഞ്ഞാണ്ട് കുട്ടീൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഇടങ്ങാറുണ്ടായിരുന്നല്ലോ. ആ കുട്ടി മരിച്ചു എന്നൊക്കെ പെണ്ണ് മരിച്ചു എന്നോ രക്തം പോക്കൊണ്ട് അങ്ങനെയൊക്കെ അതിനെ പിന്നെ ജയിലിൽ കൊണ്ടുപോകലും അങ്ങനെ ആക്കലും ഒക്കെ ആയി. ഇപ്പോൾ ഈ 19 വയസ്സുള്ള കുട്ടി പ്രസവിച്ചു, ശുചിമുറിയിൽ പ്രസവിച്ചു, യാതൊരു പ്രശ്നമൊന്നുമില്ല. ഒരു ചെക്കപ്പും ഒരു സ്കാനിങ്ങും ഒരു സംഭവം മരുന്നും ഗുളികയും ഗ്ലൂക്കോസൊന്നുമില്ല. നല്ല മട്ടത്തിൽ സുഖസുന്ദരമായ അതും നല്ല ചുറുചുറുക്കുള്ളൊരു 3-3.5 കിലോ തൂക്കമുള്ളൊരു പെൺകുട്ടിനെ പ്രസവിച്ചില്ലേ. എന്നിട്ടെന്താ കുട്ടി പേടിച്ച് അപ്പുറത്ത് കൂടെ ഇട്ടു. അപ്പോൾ ഇതാണ് പ്രസവം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ ഒരു അസുഖമാക്കി എടുത്തേക്കാണ്. ഒന്നിങ്ങോട്ട് ഡേറ്റ് തെറ്റുമ്പോഴത്തിന് എന്താവും ഡേറ്റ് തെറ്റുമ്പോഴത്തിന് എടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല, റെസ്റ്റ് വേണം, അങ്ങനെ വേണം, ഗുളിക കുടിച്ചാ സ്കാനിങ് ചെയ്തില്ലേ, അതെന്തിയേ, അതൊക്കെ വേഗം ചെയ്യണം, പിന്നെ ഗുളിക നേരത്തിനും കാലത്തിനും കുടിച്ചണം, പിന്നെ ഒന്നും ഭാരപ്പെട്ട പണിയൊന്നും എടുക്കല്ലിട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങോട്ട് പേടിപ്പിച്ച് ഒരു അസുഖക്കാരിനെ പോലെ അങ്ങോട്ട് മാറ്റി വെക്കും. ഒരിക്കൽ പോലും നമ്മളത് പ്രസവം എന്നുള്ളത് ഒരു അസുഖമല്ല, നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു അവസ്ഥയാണത്. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ശരീരത്തിൻ്റെ ഒരു മാറ്റങ്ങൾ എന്ന് കരുതി കുറേ മരുന്നും ഗുളികയും അതും കുടിച്ചലും കുത്തിക്കയറ്റലും സ്കാനിങ്ങും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നല്ല, ഒന്നും മാണ്ടാന്ന്. നല്ല മട്ടത്തിലൊരു പ്രസവം കഴിയുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല മട്ടത്തിൽ അതിൻ്റേതായ രീതിയിൽ പടച്ച റബ്ബ് സൃഷ്ടിച്ച് കൊണ്ടുവരും. നമുക്കറിയില്ലല്ലോ കാല് വളരുന്നതും കൈ വളരുന്നതും മൂക്ക് വളരുന്നതും ചുണ്ട് കണ്ണ് അതൊക്കെ മേലായ റബ്ബ് അതിൻ്റെ നേരും കാലും ആകുമ്പോൾ സൃഷ്ടിക്കും. നമ്മളാരും ടെൻഷനാകേണ്ട ആവശ്യമില്ല. പണ്ടത്തെ കാലത്ത് ആശുപത്രി ഒന്നും അറിയില്ലേനും അതാ നേരാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മായിമ്മയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതായത് എൻ്റെ ഓലിങ്ങനെ വെള്ളം കൊണ്ടുപോയിക്കാരല്ലോ, വെള്ളം കൊണ്ടുവരുന്ന ഇടയിലൊക്കെ കുടത്തിലും ഒക്കത്ത് വെച്ച് വെള്ളം കൊണ്ടുപോയിക്കാരം, അപ്പുറത്ത് എവിടെയെങ്കിലും കഴിക്കാരം കിണർ, അവിടെ പോയി വെള്ളം കൊണ്ടുവരുന്ന ഇടയിൽ കൂടി പ്രസവവേദന വരും, ഒത്തുകണ് മണ്ടും കുട്ടിനെ നുള്ളോളിയും കേൾക്കാമെന്ന് പറഞ്ഞേക്കാം. അങ്ങനെയാണ് സ്ഥിതി. അപ്പം എന്താ അത്ര ഉള്ളു പ്രസവത്തിൻ്റെ ചിലവൽക്കാണെങ്കിൽ 2-3 ദിവസം അങ്ങനെ നമ്പലം പിടിച്ച് നിൽക്കും. അങ്ങനെയുണ്ട്. അപ്പം പിന്നെ പ്രസവം പലതും പല വിധമാണ്. ചിലതൊരു എളുപ്പക്കാരം, ചിലത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഏതായാലും നല്ല പുണ്യമായ കൂലിയുള്ള കാര്യമാണ്. എൻ്റെ പൊന്നാരൻ്റെ ആയുഷോ ആശുപത്രിക്ക് കൊണ്ടുപോകണേ എനിക്ക് കുഴപ്പമില്ല, കീറി പൊളിച്ചെടുത്തിട്ടാ കീറി പൊളിച്ചാൻ ഓൾക്കൊന്നും ഇതൊന്നുമില്ല. ഓൾക്ക് നല്ല മട്ടത്തിൽ കുട്ടി ഇറങ്ങിയിരിക്കണ്. അതൊക്കെ ആ നേരത്തിനും കാലത്തിനും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇരട്ട കുട്ടിയാണെന്ന് കരുതിയിട്ട് ഓൾക്ക് ഉണ്ടാവും ഒരു പറച്ചില്ല, വേഗങ്ങൾ സൈൻ ചെയ്തോളൂ, നമുക്ക് വേഗം സിസേറിയൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കുട്ടീനെ ശ്വാസം പോകും, ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആശുപത്രിക്ക് പോണതിന് കുഴപ്പമില്ല, ഒന്നും ഇതാക്കരുതെന്ന് പറയണം, കീറരുതെന്ന് പറയണം. കാരണം എന്താ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പറയാൻ പറഞ്ഞില്ല. എൻ്റെ എളാപ്പാൻ്റെ മരുവോൾ തെറ്റ് എനിക്ക് ഓളെ കുട്ടി കുറച്ച് എന്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിന്. അപ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ട് കഴിയൂലെന്ന് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്കത് പോയി നോക്കാമെന്ന് പറഞ്ഞു. അന്നാ ഡോക്ടർ പറഞ്ഞത് ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ആളെന്നാണല്ലോ
റുക്കിയ നിങ്ങൾ എന്ന് റുക്കിയാത്ത വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്. ആ പിന്നെ മധുരഞ്ജിനി ഉണ്ടല്ലോ, നമ്മളിവിടെ HMSലൊക്കെ ഉണ്ടായിരുന്നത്. മധുരഞ്ജിനി നല്ലൊരു ഡോക്ടറാണ്. നിങ്ങൾ അതിനെ കഴിക്കണ അല്ല, ഞങ്ങൾ അതിനല്ല. നല്ലൊരു പെമ്പറന്നോളാണ്. അതായത് നല്ലോണം കാത്തു നിന്ന് നിങ്ങൾക്ക് ധൈര്യമാണെങ്കിൽ ഞാനും നിൽക്കുമെന്ന് പറയും. അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താട്ടും എല്ലാവരും ഓപ്പറേഷൻ വേണം എന്ന് പറയും പെട്ടെന്ന് കേട്ടോ. ഒരു ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് വേഗം ഓപ്പറേഷൻ ചെയ്തുകാണ്ട് അതൊരു സംഖ്യയായി നമ്മൾ ശരീരം കേടുന്നു. അങ്ങനെ ഈ മധുരഞ്ജി എന്നുള്ള ഡോക്ടർ അബ്ബയെ മുത്താണുള്ളൂ, മുത്ത് എവിടെയാണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. ആ ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊന്നാരെ നല്ലൊരു സ്വഭാവവും കാര്യങ്ങളും, എന്തോരൊരു സ്വഭാവമാണെന്നോ. അതുമല്ല അവർ പറയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കായിരിക്കും, അങ്ങനെ അഡ്മിറ്റ് ആക്കി വിടൊന്നുമില്ല, പൊയ്ക്കോളൂ സമയമാകുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറയച്ചല്ലോ. ഒരു 8 ദിവസം അഡ്മിറ്റ് ആക്കണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല മട്ടത്തിൽ നല്ല ഡോക്ടർ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് എനിക്കും ധൈര്യം ഉണ്ട് എന്ന് പറയും. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സുഖപ്രസവം തന്നെ ആക്കിയെടുക്കാമെന്ന് പറയും. അങ്ങനെ നല്ല ഡോക്ടറേനു. മോളെ സമീറ ഉമ്മ വിളിച്ചു. ഉമ്മ മോളെ റുക്കിയാത്ത പറഞ്ഞൊക്കെ കേട്ടില്ല, എന്താ വേണ്ടി? നമുക്ക് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകുക, എന്താ വേണ്ടി? ഉമ്മ ഉസ്താദ് എന്താ പറയണത് അതിനനുസരിച്ച്. അങ്ങനെ ഏതാ ഉസ്താദ് അന്ന് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. മോനെ എന്തുമ്മ? അല്ലേ ഈ ഇത്താത്ത പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്താ കുഴപ്പമൊന്നും കാണുന്നില്ല, നിങ്ങളെ മട്ടം പോലെ എങ്ങനെയാ വെച്ചാൽ ആശുപത്രിക്ക് പോകണമെങ്കിൽ പോകാം, ഇവിടുന്ന് പ്രസവം എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വേണ്ടത് മോനെ? എന്നാൽ അത് കേട്ട ഉസ്താദിന് കുറച്ച് ടെൻഷൻ കൂടി. ഉമ്മ അത് ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഇല്ല എന്നല്ല, പക്ഷെ നമുക്ക് ഒന്നും കൂടി ഒരു ധൈര്യത്തിന് എനിക്ക്. എന്നാൽ അത് കേട്ടുകൊണ്ട് അതാ റുക്കിയാത്ത വന്നു. പൊന്നുസ്താദേ എനിക്ക് നിങ്ങളെ നല്ലോ അറിയാം, നിങ്ങൾ നല്ലോ ക്ലാസ് എടുക്കുന്നതും നല്ല മട്ടത്തിൽ എല്ലാവർക്കും നല്ല പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിവുള്ളവരല്ലേ, കഴിയുന്നതും നമ്മൾ ഓൾക്ക് ഒരു കുഴപ്പമില്ല സമീറാക്ക്, ഓൾക്ക് നീരുണ്ട് തടിയുണ്ട് പ്രഷറുണ്ടെന്ന് കരുതിയിട്ട് ഓൾക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല മട്ടത്തിൽ തന്നെ കുട്ടികളെ കിടപ്പൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിയും ചെയ്തിക്കണേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഞാനിങ്ങനെ ഇതാക്കി പറയല്ല കേട്ടോ, നോക്കുക എന്ന് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എനിക്ക് ധൈര്യമുണ്ട്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെരിയിൽ തന്നെ അതാക്കാം. ശരിക്കും അത് കേട്ടപ്പോൾ ഉസ്താദിന് അത്ഭുതം തോന്നി. അത് ഇത്തത്ത നിങ്ങൾ അല്ല, എനിക്ക് ധൈര്യക്കേടൊന്നുമില്ല, ഞാൻ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പിന്നെ പൊന്നു മോനെ ആരും വേണ്ട, ഞാനും ഐഷുമിൻ തന്നെ മതി, ഞങ്ങൾ രണ്ടാളും മതി, വേറെ ആരും വേണ്ട ഈ പ്രസവത്തിന്. ഒന്നും ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചുമ്പോൾ തരാനും ഒന്ന് കുട്ടീനെ പിടിച്ചാനും അതിനൊക്കെയാണ് ഇപ്പോൾ വേണ്ടിയത്, വേറെ ഒന്നും വേണ്ട, ഇവിടെ തന്നെ മതി. ശരിക്കും റുക്കിയാത്തത് പറഞ്ഞപ്പോൾ ഉസ്താദിനെ ആശങ്ക, പഠിച്ചവനെ എന്താ ഞാൻ ചെയ്യാം, എനിക്കറിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് എന്താ വെച്ചാൽ മട്ടം പോലെ ചെയ്യാം. പെയിന് തുടങ്ങിയിട്ട് മോനെ അസുഖം തുടങ്ങിയിട്ട് തന്നെ പോയാൽ മതി, അതിന് മുമ്പ് പോവരുത് കേട്ടോ. അസുഖം അങ്ങനെ തുടങ്ങി ഇത് ഒന്നാമത്തതാകുമ്പോൾ 2 ദിവസം മുമ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഊരമ്മ കൂടെ വേനൊക്കെ. അതൊന്നും കാര്യമാക്കണ്ട. കുറച്ചിങ്ങനെ ഈ ചിലവലത് വന്നും പോയി നിൽക്കും, ചിലവത് നീറി വേനയിക്കാരൻ, ചിലവലതാണെങ്കിൽ ഒന്നും പതുക്കെ വന്ന് പിന്നെ ഒന്നും കൂടി വലുതായി വന്ന് പിന്നെ ഒന്ന് വലുതായി വന്ന് പിന്നെ അതിനേക്കാളും വലുത് അങ്ങനെ വലുതായി വന്ന് അതാണ് വേഗം ഉണ്ടാണ് പ്രസവം. ആദ്യം ചെറിയ വേദന ആണെങ്കിൽ പിന്നത്തെ വലിയ വേദന, അങ്ങനെ വന്ന ആ ഒരു പ്രസവ വേദന ആകുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ വേഗം നല്ല മട്ടത്തിൽ നമുക്ക് പ്രസവം കഴിച്ചാൽ. ചിലത് വന്നും പോയി നിൽക്കും, ഒരു ഊക്കിലില്ലാതെ ഒരു നീറിയ വേദന, അത് കുറച്ച് നീളം പിടിച്ചു. പിന്നെ എന്ന് വെച്ചാൽ ചിലവർക്ക് ഒരൊറ്റ വേദന വരുള്ളൂ, ഒരൊറ്റ വേദന. ആ ഒരു വേദന എന്ന് വെച്ചാൽ പെരുംവേദന ഇക്കാരം. എന്നാലോ ആ ഒരു വേദനയോട് കൂടി കുട്ടികൾ രണ്ടും ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും. ഇങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കണ ആ കാര്യം. ചിലവർ ബാത്റൂമിൽ പോയിട്ടായിട്ടും ഇങ്ങനെ മാറ്റാൻ പോകുന്നിടത്തുനിന്നും അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, പണ്ടത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചുണ്ടായിരുന്നു. ഒരൊറ്റ വേദന അയിമലുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ഉമ്മയ്ക്ക് എന്താ പറഞ്ഞതിനനുസരിച്ച് ചെയ്യാം. കാരണം എനിക്കിതിനെക്കുറിച്ച് ആദ്യത്തെ പ്രസവം എന്ന് വെച്ചാൽ എൻ്റെ വൈഫിൻ്റെത് അവിടെ നിന്നായിരുന്നു, അത് ഹോസ്പിറ്റലിൽ പോയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മയും ഇവരൊക്കെ ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മോനെ ആയിക്കോട്ടെ മോൻ ഒരു പേടിയും പേടിക്കേണ്ട മോനെ, നിങ്ങൾ ദ്വാരുന്നാൽ മതി, നിങ്ങൾ ദുവാ പോരെ. ശരിക്കും ഭാര്യൻ്റെ പ്രസവമൊക്കെ നല്ല മട്ടത്തിലായി തീരാനേ
ആ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഓളെ സമാധാനിപ്പിച്ചാൽ മതി കൂടെ നിന്ന്, വേറെ ഒന്നും വേണ്ട. ആ ആയിക്കോട്ടെ. എന്നാൽ അതാ ആയുഷ്യം മോൻക്ക് എന്താ മോൻ്റെ അഭിപ്രായം? ആശുപത്രിക്ക് പോവും, എവിടെ നിൽക്കുക, എന്താ വേണ്ടിയത്? ഉമ്മ നിങ്ങളെന്താ പറയണത് അതിനനുസരിച്ച് ചെയ്യാം. എനിക്കൊരഭിപ്രായം ഇതിലില്ല. പിന്നെ റുക്യാത്ത പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെയല്ലേ പറയുന്നത്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ ഗ്ലൂക്കോസിലൂടെ ഒരു മരുന്നൊക്കെ ഇട്ട് വേദന അടിച്ച് കയറ്റി പെട്ടെന്ന് പ്രസവമാക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ എന്താ പറയുക, ഇങ്ങനെ അടഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയില്ലേ, കുട്ടികൾ വിലങ്ങനെ അതിങ്ങോട്ട് പെട്ടെന്ന് ആ വേദന പെയിന് വന്നിട്ട് അവർക്ക് ഇങ്ങോട്ടൊരു സാവകാശം വേണമല്ലോ എല്ലാത്തിനും. അവർ പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാ പേടി. അങ്ങനെ മെഡിസിൻസൊക്കെ ഇട്ട് കണ്ട് ഗ്ലൂക്കോസിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ അത് പ്രശ്നമായി തീരും. അപ്പം എങ്ങനെ സ്വാഭാവിക പ്രസവം അതുപോലെ തന്നെ ആക്കല്ലേ നല്ലത്. നമുക്കിപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനുഷ്യന്മാർക്ക് നൽകിയ ഒരു സംഭവമല്ലേ പ്രസവം എന്നുള്ളത്. പിന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു ഇത്താത്ത ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് ഭയക്കേണ്ടത്? പിന്നെ പഠിച്ചവൻ്റെ അടുത്തല്ലേ എല്ലാം. എന്നാൽ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അതാ ഐഷുമ്മക്ക് സന്തോഷമായി. മോനെ നുസിൻ്റെ പ്രസവം അങ്ങനെയായിരുന്നു, അത് ഓളാഗ്രഹമായിരുന്നു. ഓൾക്ക് വല്ലാത്തൊരു പൂതി പെരീന്ന് പറയാൻ. ഞാൻ പറഞ്ഞു പൊന്നാര മളജി MBBS പഠിച്ച കുട്ടിയല്ലേ, ഇജിപ്പോൾ ഉമ്മട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടിയാലിപ്പോൾ മറ്റുള്ളവർ ഉമ്മ അതിനിപ്പോൾ എന്താ, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, സ്വാഭാവിക പ്രസവമായ തുന്നും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് പഠിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ നുസേബിയെ വിളിക്കുകയാണ് സൗദ. എന്താ ഷാമോൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ല, ഷാമോന് ഷോപ്പിൽ പോയോ എന്തോ അറിയില്ല. ഒന്ന് വിളിച്ചു നോക്കിക്കൂടെ? അല്ല അങ്ങോട്ട് വിളിച്ചോളും, ചിലപ്പം തിരക്കാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല. അതിങ്ങോട്ട് വിളിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പിന്നെ ഷോപ്പിലൊക്കെ ആകുമ്പോൾ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ലേ, ഓരോരുത്തരുടെ സിറ്റുവേഷൻ നമ്മൾ അറിയണ്ടേ. നുസിയെ നല്ലൊരു കണ്ണ് വേണം. അല്ല അവിടെ സെമീറാൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് വന്നു വെച്ച് ചോദിച്ചു നോക്കിയോ, അതോ അവിടെ തന്നെ കൂടിക്കണോ? അങ്ങനെ നാണുങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചൊക്കെ നമ്മളൊരു കൺട്രോളിൽ നിർത്തണം. എൻ്റെ പൊന്നു സൗദത്താ, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അത് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മുടെ കടമയാണ്. അതായത് എന്താന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ സിറ്റുവേഷൻ വരുമ്പോഴേ, ഉമ്മയും ഉപ്പയില്ലാത്ത അവസ്ഥ, പാവപ്പെട്ട എത്തിയുമായ കുട്ടിയെ നോക്കേണ്ട അവസ്ഥ ഒക്കെ വരുമ്പോഴേ നമ്മൾ അങ്ങനെ തന്നെ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. അല്ലാതെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും നീ വിളിച്ചേക്കൂടെ? എന്നാൽ ഈ സമയം ഷമ്മാസ് വീട്ടിലേക്ക് പോകണോ അതോ ഷോപ്പിലേക്ക് പോകണോ എന്നൊരു ടെൻഷനായിരുന്നു. ഉമ്മ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് തന്നെ പോയാൽ മതിയെന്ന്. കാരണം നുസൈബയെയും കുഞ്ഞുങ്ങളെയും അങ്ങനെ സൗദയുടെ അടുത്ത് ഒറ്റക്കിടണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ വഴിയിൽ വെച്ച് മനമില്ലാ മനസ്സോടുകൂടി എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലായി. അപ്പോൾ തന്നെ നുസിക്ക് വിളിച്ചു. ഹലോ നുസി, എന്തെങ്കിലും സാധനം വേണോ? ഇക്ക ഒന്നും വേണ്ട, ഒക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ പോരി. ഓക്കെ, ഞാൻ ഇത് വരണേ. എങ്കിലും അവൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് ചെന്നു. ഷമ്മാസിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും സൗദ ഓടിയെത്തി. ഷാമോനെ തിരി, ഞാൻ പിടിക്കാം. അവൻ്റെ കയ്യിൽ നിന്ന് കവറുകളെല്ലാം വാങ്ങി. എന്നാൽ സൗദയുടെ കൈകളിലുണ്ടായിരുന്നത് മറ്റാരും ആയിരുന്നില്ല, അതെ ഷമ്മാസിൻ്റെ കുട്ടിയായിരുന്നു. അവളുടെ മോനല്ലായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത്, ഷമ്മാസിൻ്റെ കുഞ്ഞ്. കണ്ടില്ലേ കുട്ടി ഉപ്പച്ചിനെ നോക്കുന്നത്? സൗദ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അതാ ഷമ്മാസിൻ്റെ അരികിലേക്ക്. എന്നാൽ പാവൻ നുസൈബ അവൾ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നു. ഷാമുന് വന്നോ? അതെ. എവിടെ മോനെവിടെ? മോൻ ഉറങ്ങിക്കണ്. ഓ ഷാമോന് കുടിക്കാൻ എന്താ, ചായ വേണോ വെള്ളം വേണോ? അത് ഞാൻ കുടിച്ചോളാം, ഇപ്പം എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. നുസി എന്ത് ഷാമോന് ഇഷ്ടം? ചായ ഉണ്ടാക്കല്ലേ? ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ, വെള്ളം കുടിച്ചോളൂ. അങ്ങനെ എപ്പോഴും ചായ എടുക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. എന്നാലും വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ശരിക്കും സൗദിയുടെ സ്വഭാവം കണ്ട് നുസൈബ് തന്നെ ഞെട്ടിപ്പോയി. സ്വന്തം ഭർത്താവിനോടും സ്വന്തം കുഞ്ഞിനോടും ഈ ഒരു കരുണയും ഈ ഒരു കരുതലും ഒന്നുമില്ല. പക്ഷേ ഷാമോനോട് കൂടുതലായിട്ട് അതൊക്കെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിരിക്കും. അന്ന് ഷമ്മാസ് അതാ ഷോപ്പിലേക്ക് ലോഡ് വരുന്നു പറഞ്ഞിരുന്നു. പിന്നെ നുസൈബയോട് ചോദിച്ചു, നുസി ഞാനൊന്ന് ഷോപ്പിൽ പോയിട്ട് വന്നാലോ? ഇനി പോകണോ? ഇനി നാളെ പോകാം.
കേട്ടോ, അതല്ല നല്ലത്. അല്ലടി ഇനിയിപ്പോൾ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നുസി ഞാൻ ഒന്ന് പോയിട്ട് വരട്ടോ. എന്താണെന്ന് വെച്ചാലേ പറയാൻ പറ്റില്ല, ചിലപ്പോൾ എൻ്റെ ഇത് അവിടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടാവും. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഇനി പോവാണോ? ഞാൻ ഒന്ന് പോയിട്ട് വരട്ടോ. നിങ്ങളിവിടെ നിൽക്ക്, രണ്ടുപേരും കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ആരും ഇല്ലാത്തപ്പോൾ അവളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്താ? അല്ലേ, ശരിക്ക് അവൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, അങ്ങനത്തെ ഇതൊന്നും കാണുന്നൊന്നുമില്ല. ഓക്കെ അങ്ങനെ മാറി കിട്ടിയാൽ മതിയായിരുന്നു പെട്ടെന്ന്. അങ്ങനെ അത് ഷമ്മാസ് ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി നിന്നപ്പോൾ അപ്പോഴേക്കും സൗദ കുഞ്ഞിനെയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. അല്ല ഷാമോനെ, ഇനിയിപ്പോൾ പോകണോ? സത്യം പറഞ്ഞാൽ ഷാമോനെ ഇവിടെ ഇല്ലാഞ്ഞാലേ ഒരു രസമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് മൂഡ് ഓഫ് ആയിട്ടിരിക്കണ്. എന്തിനാ ഇപ്പോൾ പോകുന്നത്? നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നൂടെ? അതല്ല എൻ്റെ സന്തോഷം സമാധാനമൊക്കെ. എന്തിനാ അങ്ങനെ പോകുന്നത്? ശരിക്കും നുസൈബ അത് കാണുന്നോ? ഈ സൗദ എന്തിനാ ഷമ്മാസ് ഇറങ്ങണ മുന്നേക്ക് ഇറങ്ങിപ്പോയിക്കണത്? എന്തിനാണ് ഇവൾക്ക് എന്തിങ്ങനെ? നുസൈബക്ക് അതിൽ വല്ലായ്മയായി തോന്നി. സൗദത്താ ഇങ്ങോട്ട് വരി. എന്താ നുസൈബ? അല്ല ഇങ്ങോട്ട് പോരിന്നറ. ഷാമോൻ അങ്ങനൊന്നും ഇഷ്ടല്ലേ അങ്ങനെ മുന്നേക്ക് ഇറങ്ങി ചെല്ലണമെന്നും. അവനൊരു ഇടങ്ങാറായിരിക്കും. ആര് പറഞ്ഞോ? പിന്നെ ഷാമോന് ഒരു ഇഷ്ടക്കേടുമില്ല. ഞാൻ എന്ത് ചോദിക്കുമ്പോഴും ഷാമോന് ഭയങ്കര സന്തോഷമാണ്. എല്ലാത്തിനും ഉത്തരം പറയുന്നുണ്ടല്ലോ. അല്ല അങ്ങനെയല്ല, ഉമ്മാക്കതൊന്നും ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക്. നുസിയേ, അനക്ക് കുയിന്താണ് അല്ലേ? കുയിന്തോ? അനക്ക് എന്താ പറയുക, അസൂയ എന്നൊക്കെ പറയില്ലേ, അതാണ്. ഷമ്മാസ് ഞാൻ സംസാരിക്കുന്നത് നിനക്കെന്താ അസൂയ? അതെ, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ആണുങ്ങളാകുമ്പോൾ കുറച്ചൊരു കരുതൽ വേണ്ടേ? ശരിക്കും നുസൈബ അത് നേരിട്ട് പറഞ്ഞപ്പോൾ സൗദക്ക് ദേഷ്യം പിടിച്ചു. അല്ലെങ്കിലും ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണ്. ഞാൻ വന്ന് കയറിയത് ആർക്കും പറ്റിയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ നവാസിൻ്റെ വൈഫല്ലേ, ആ ഒരു പരിഗണന എനിക്ക് ആരും തരുന്നില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാനാണ് എല്ലാവരും നിൽക്കുള്ളൂ. എൻ്റെ നല്ലൊരു പ്രവൃത്തിയും കാര്യങ്ങളും ആരും കാണൂല. ആയിക്കോട്ടെ, സാരല്ല. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. അല്ല അപ്പോൾ എന്താ ചെയ്യാം? സൗദത്തങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അല്ല അങ്ങനെ അത് അത്ര ഇഷ്ടമല്ല ഷാമോനെന്ന് പറഞ്ഞതാണ്. ഷാമോന് ഇഷ്ടക്കേടൊന്നുമില്ല. ഇഷ്ടക്കേട് മുഴുവൻ നുസിക്കാണ്. നുസിയെ, ഞാൻ എൻ്റെ കൂടെ നിൽക്കണില്ല, ഞാൻ പൊയ്ക്കോളാം. എങ്ങോട്ട്? എവിടേക്കെങ്കിലൊക്കെ പോകണം. ഇപ്പോൾ എൻ്റെ അവിടെ ഉണ്ടല്ലോ വീടും കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെ ഇപ്പോൾ എന്നാൽ ശരിക്കും സൗദ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് അഭിനയിച്ചാലോ എന്ന്. അവിടെ പോയിട്ട് നിൽക്കുക ഒറ്റയ്ക്ക്, എന്നിട്ട് എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റുക എന്നുള്ള ഒരു ചിന്താഗതി. ഉമ്മ വരുമ്പോഴേക്കും അങ്ങനെ ഒന്ന് അങ്ങോട്ട് പോയാലോ? കാരണം എന്തായാലും ഷാമോൻ എന്നെ വിളിക്കാൻ വരും, അത് ഉറപ്പാണ്. വലിയ വീട് അവിടെ ഒഴിഞ്ഞു കിടക്കല്ലേ, അവിടെയാണെങ്കിൽ ആരുമില്ല. അവിടെ പോകണം, എന്നിട്ട് അവിടെ നിന്ന് കരയണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്തായാലും ഷാമോന് വരും എന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. പക്ഷേ അഥവാ അറിയാതെ പോയാലും പ്രശ്നമല്ലോ. നുസിയെ, എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയിക്കോളാം. ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കേണ്ടി വരും, അല്ലാതെന്താ? എൻ്റെ ഇക്കാണെങ്കിൽ ടൂറ് പോയതാണ്, നവാസ്ക. ടൂറ് പോയിട്ട് വരാനൊന്നും ആയിട്ടില്ല. പിന്നെ ഉമ്മ ആണെങ്കിൽ അങ്ങോട്ടും പോയി. എനിക്കിപ്പോൾ ഞാൻ ഷമ്മാസിനോടൊന്ന് ഇടപഴകുന്നത് നുസിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നൊരു അർത്ഥമില്ല. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ, പ്രത്യേകിച്ച് നുസിനെയും ഷാമോനെയും മോളൊക്കെ. നുസി, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സോറി. ശരിക്കും സൗദയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ നുസൈബ് ഒന്ന് ഞെട്ടി. പഠിച്ചവനെ പാവം. അതെ, ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഒന്നും കരുതണ്ട കേട്ടോ. അല്ല നുസിത്ത, എനിക്ക് എവിടേക്കോ ഒരു അവഗണന, ആരൊക്കെ എന്നെ അവഗണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടുകാരോടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്ത് ചെയ്യാം, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. നവാസ് ഖാനെയും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്താ എനിക്ക് പറ്റിയത് അറിയുന്നില്ല. ഇപ്പോൾ ഷാമോനെ വിളിച്ച് ഞാൻ പിറകെ നടക്കുന്നത് ഷാമോനോട് എനിക്കങ്ങനെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ്. അല്ലാതെ അതൊന്നും സാരല്ല പെണ്ണെ, അതിനിപ്പോൾ എന്താ? സാരല്ല, നിൻ്റെ ഭർത്താവിൻ്റെ അനിയൻ തന്നെയല്ലേ. നുസി അതാ ആശ്വസിപ്പിക്കുന്നു അവളെ. പാവം നുസിയുടെ ആ നിഷ്കളങ്കത. അവൾക്ക് ഒരാളെയും വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ഇഷ്ടമല്ലായിരുന്നു.
അവൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് വിഷമം തോന്നി. സൗദ സോറിട്ടോ, ഞാൻ ഒന്നുകൊണ്ടും പറഞ്ഞതല്ല. പക്ഷേ ശ്യാമവും വണ്ടി എടുക്കുമ്പോഴേക്കേ മുന്നിൽ ഇങ്ങനെ പോയിക്കുമ്പോൾ ഉമ്മാക്ക് അങ്ങനെ ഇഷ്ടമല്ലല്ലോ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണമെന്നും, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ ഇനി അങ്ങനെയൊന്നും നിൽക്കൂല. എൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും തെറ്റ്. പിന്നെ ചില കാര്യങ്ങൾ എനിക്കും പറയാണ്ട് നുസിയെ. അതായത് എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി വളരെ മോശമാണ്, ഓളെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ. ഒടുവിൽ എനിക്കൊരു കാര്യം നല്ല ഉറപ്പുണ്ട്. അതായത് എനിക്ക് നവാസ്ക്ക് അയക്കുന്ന ക്യാഷും കാര്യങ്ങളും അതൊക്കെ അവരായിട്ട് തന്നെയാണ് തട്ടിയെടുത്തത്. എൻ്റെ ഫോൺ വരെ കാണാനില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ അനിയത്തി ഹസീനയുടെ കയ്യിൽ ആ ഫോൺ ഉണ്ടെന്നുള്ളത്. എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് അതിലേക്ക് വരിക. അവർ സുഖസുന്ദരമായി ജീവിക്കുകയായിരിക്കും. പക്ഷേ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. കാരണം നവാസ്കയുടെ ക്യാഷ് മുഴുവൻ പോകുന്ന അതിലേക്കാണ്. അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അത് വിശ്വാസമില്ല. എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ച് അതിനുള്ള നടപടി എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിതൊക്കെ പറയാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പെട്ടെന്നാണ് നുസൈബക്ക് അത് ഓർമ്മ വന്നത്. അപ്പോൾ ഹെൽത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ശ്യാമവും പറഞ്ഞിരുന്നല്ലോ അത് പോലീസാണെന്ന്. ഒരിക്കൽ കൂടി അവരെ വിളിച്ച് ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പുരോഗമിച്ച് അതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമായിരിക്കും. അല്ലാതെ ഇപ്പോൾ എന്താ ഒരാൾ പൈസ അയക്കുക മറ്റുള്ളവർ കഴിയുക അങ്ങനെയൊക്കെ ആവുമ്പോൾ. അല്ല സൗദത്ത, സത്യമായിട്ട് നിങ്ങൾക്ക് അറിയോ? അതേ നുസി, ഞാൻ ഒരുപാട് അനുഭവിച്ചിരിക്കണ്. ഒരുപാട് എൻ്റെ ഉമ്മയായിട്ടും അനിയത്തിയായിട്ടും എന്നെ കൊല്ലാൻ വരെ നിന്നിക്കണ അവർ. സത്യം പറയാലോ, എൻ്റെ ജീവിതം വളരെയധികം ദുരിതപൂർണമായിരുന്നു. അന്ന് ഉമ്മാൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോകാൻ പോയി, ശരിയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്ക് സമാധാനമില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെ പറയാം. ഞാനിനി ഇവിടുന്ന് പോയാലും എൻ്റെ സ്ഥിതി എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതേ സൗദത്ത, ഞാൻ അങ്ങനെയൊന്നും പോകാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. അല്ല നുസിയെ, ശരിയാണ്, എനിക്ക് എൻ്റെ ഭാഗം ഒരുപാട് ക്ലിയർ ആക്കാനുണ്ട്. ഞാൻ പഴയ പോലെ എനിക്കറിയില്ല, എൻ്റെ ആദ്യത്തെ ജീവിതം എനിക്കറിയാം. ഞാൻ മക്കളെയൊക്കെ നല്ല രീതിയിൽ നോക്കിയതൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ താളം തന്നെ തെറ്റിയ പോലായി. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ പോകുന്ന വഴി ശരിയല്ല. പിന്നെ എനിക്കൊരു ബോധമല്ല. സത്യം പറഞ്ഞാൽ ഷമ്മാസ് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെയൊക്കെ തന്നെയാണ്. നുസി, സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് സൗദത്ത? ശരിക്കും നുസൈബ് ഞെട്ടിപ്പോവുകയാണ്. അതായത് ഷമ്മാസിനെ കാണുമ്പോൾ എനിക്ക് ഷമ്മാസിനോട് കൂടുതലായിട്ട് അടുക്കാൻ തോന്നുകയാണ്. ഷമ്മാസ് എൻ്റെ സ്വന്തമാണെന്ന് തോന്നുകയാണ്. ഷമ്മാസ് എൻ്റെ ആരൊക്കെയാണെന്ന് തോന്നുകയാണ്. നുസി, ഇതൊരിക്കലും ഞാൻ കരുതി കൂട്ടി എന്നല്ല, പക്ഷേ എനിക്കൊക്കെ തോന്നുകയാണ് ഷമ്മാസ് ഒരു പക്ഷേ നവാസ്കയേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഷാമോനാണ് എന്നൊക്കെ എനിക്ക് തോന്നുകയാണ് നുസി. അല്ലാതെ ഞാൻ ഒരിക്കലും സാരല്ല, അതൊക്കെ നിങ്ങളുടെ അസുഖത്തിൻ്റെയൊക്കെ ഭാഗമായിരിക്കും. അതൊക്കെ റെഡി ആയിക്കോളും. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ടെൻഷൻ ആവേണ്ട. സ്നേഹത്തോടെ നുസൈബ അത് പറയുന്നു. സത്യം പറഞ്ഞാൽ സൗദ അത് ശരിക്ക് പറയുകയാണോ അഭിനയിക്കുകയാണോ എന്നൊന്നും അറിയില്ല. അവൾ അവളുടെ ഉള്ളു തുറക്കുകയാണ്, കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഷമ്മാസിനെ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് നവാസ്കയേക്കാൾ ഒന്നുകൂടെ കരുത്തും ഊർജവുമുള്ള സുന്ദരനായ യുവാവായിട്ട്. അവൻ്റെ ആ തലയെടുപ്പും അവൻ്റെ ആ ശബ്ദവും അവൻ്റെ ആ ഒരു ശരീരമൊക്കെ കാണുമ്പോൾ എൻ്റെ സമനില തെറ്റാണ് നുസി. സത്യമായിട്ടും ഞാൻ അവിടേക്ക് ഇറങ്ങിച്ചെന്നത് ഷമ്മാസിനെ ഒന്നുകൂടെ ശരിക്ക് കാണാനാണ്. അവനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നാണ്. ശരിക്കും നുസൈബ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, അവളുടെ വായ കൊണ്ട് തന്നെ അവളത് പറഞ്ഞല്ലോ റബ്ബേ. പഠിച്ചോനെ, എനിക്കൊരു സമാധാനം പോയല്ലോ. സൗദത്ത, സാരല്ല, അതൊക്കെ മാറിക്കോളും.
അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അനിയനാണ് എന്ന് ചിന്തിച്ചാൽ മതി. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുകയാണ് ഷമ്മാസിൻ്റെ കൂടെയുള്ള ജീവിതമാണ് നവാസ്കിയുടെ കൂടെയുള്ള ജീവിതത്തിനേക്കാൾ ഒന്നുകൂടി നല്ലതെന്ന്. എന്നാൽ നുസൈബ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഞാൻ എന്തൊക്കെയാണ് റബ്ബെ കേൾക്കണത്? അല്ലാ, ഇത് ഞാൻ ഷമ്മാസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എനിക്കറിയുന്നില്ല. അവളുടെ കൈകാലുകൾ തളരുന്ന പോലെ. അതെ, തൻ്റെ ഭർത്താവിനെ മറ്റൊരു പെണ്ണ് വേറെ രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് തന്നേക്കാൾ. അതറിഞ്ഞ നുസൈബ ആകെ തളർന്നു പോവുകയാണ്. സൗദത്ത് ഇത്രമാത്രം ഈ രീതിയിൽ എൻ്റെ ഭർത്താവിനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നവാസ്കയേക്കാൾ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഷമ്മാസിനെയാണത്രേ. പഠിച്ചോനെ, അവൾക്ക് വല്ലാത്ത വിഷമമായി. അല്ല, ഇത് എന്തായാലും ഷാമോനോട് പറയാതിരുന്നാൽ പറ്റൂല. പറയണം, പറഞ്ഞു തീരും. ഉമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളെ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. കാരണം ഒരു വീട്ടിൽ അനിയനെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠൻ്റെ ഭാര്യ ഉണ്ടാകാൻ പാടില്ല. അത് തികച്ചും തെറ്റാണ്. പല തെറ്റായ വഴിയിലേക്കും അതിനുള്ള വഴിയൊരുക്കും. അന്ന് നുസൈബക്ക് വല്ലാത്ത ടെൻഷൻ. ഇന്ന് ഷാമോ വന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. എന്നിട്ട് ഇൻഷാ അല്ലാ അതിനനുസരിച്ച് നീങ്ങണം. അല്ലാ, നുസൈബ ഒരു നിമിഷം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷമ്മാസ് വന്നിട്ട് നുസൈബ ഇതെല്ലാം പറയുമ്പോൾ ഷമ്മാസിൻ്റെ പ്രതികരണം എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.